ഒരു സർക്കാർ അധികാരത്തിലേറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് കാലഘട്ടം ഹണിമൂൺ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ വലിയ സമരങ്ങളില്ലാത്തോ വലിയ പ്രതിഷേധങ്ങളില്ലാത്തോ വലിയ ചോദ്യങ്ങൾ ഉയരാത്തോ ഒക്കെ ആയിട്ടുള്ള പീരീഡാണ്. അത് ഓരോ സർക്കാരിനും ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില സർക്കാരിനത് 3 മാസം കിട്ടും, ചില സർക്കാരിനത് 6 മാസം കിട്ടും, ചില സർക്കാരിനത് 1 വർഷം കിട്ടും. പക്ഷേ VD സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് 1 മാസമേ നീണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1 മാസം തികയുമ്പോൾ തന്നെ 1 മാസം നീണ്ടു നിന്നോ എന്ന് പോലും സംശയമാണ്. കാരണം പല സൈഡിൽ നിന്ന് അറ്റാക്ക് വരികയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് അറ്റാക്ക് വരുന്നു, പാർട്ടിക്ക് വെളിയിൽ നിന്ന് അറ്റാക്ക് വരുന്നു, പ്രതിപക്ഷത്ത് നിന്ന് അറ്റാക്ക് വരുന്നു, സാംസ്കാരിക നായകരുടെ അറ്റാക്ക് വരുന്നു. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് 1 മാസം തികയുന്നതിന് മുമ്പേ. അതിനു മുമ്പ് തന്നെ ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ചെയ്തു എന്ന് പറയുമ്പോഴും ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടിയതും പാചക തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിയതും നവീൻ ബാബുവിൻ്റെ കേസ് CBIക്ക് വിട്ടതും അല്ലെങ്കിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിലെ നടപടി സ്വീകരിച്ചതും അങ്ങനെയുള്ള എല്ലാ കേസുകളിലും നടപടി സ്വീകരിക്കുകയും KSRTC സൗജന്യ ബസ് യാത്രയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴും ഈ ഹണിമൂൺ പീരീഡിൽ ഇത്രയും നല്ല കാര്യം ചെയ്യുമ്പോഴും വെളിയിൽ നിന്ന് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ അറ്റാക്കുകൾ ഇപ്പം ഈ രണ്ട് യൂ-ടേണുകളാണ് ഈ സർക്കാരിൻ്റെ 1 മാസം കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഈ പറയുന്ന പോലെ ഒരാളെ വെളിയിൽ നിന്ന് പ്ലേസ് ചെയ്ത് അയാളുടെ കുടുംബത്തിൽ നിന്നും അയാളെ പ്ലേസ് ചെയ്ത്. അപ്പോൾ അത് റോങ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കണ്ണൂർ വിശ്വസ്തരായിട്ടുള്ള കോൺഗ്രസ്സുകാരില്ലാഞ്ഞിട്ടോ, കണ്ണൂർ സമരം ചെയ്ത കോൺഗ്രസ്സുകാരില്ലാഞ്ഞിട്ടോ, പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ വെളിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ടുകൊണ്ട് സ്റ്റാഫിലേക്ക് വെക്കുന്നത് കുടുംബത്തിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാഫിലേക്ക് വെക്കുന്നത് വളരെ റോങ് ആയിരുന്നു. കാരണം പാർട്ടിക്കാരനെയാണ് വെക്കേണ്ടത്, വിശ്വസ്തനെയാണ് വെക്കേണ്ടത്. ആ വിശ്വസ്തനെ കുടുംബത്തിൽ നിന്ന് തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഗവൺമെൻറ് ക്ലിയറുടെ നിയമനമാണ്. അതും ഈ പറയുന്ന പോലെ അയാളെ മാറ്റി. ഈ രണ്ടുപേരെയും മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസുകൾ നിങ്ങൾ ചിന്തിക്കണം. ആദ്യത്തെ കേസിൽ സണ്ണി ജോസഫിൻ്റെ കേസിൽ വെളിയിൽ നിന്നൊരു അറ്റാക്ക് വന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നൊരു അറ്റാക്ക് വന്നില്ല. പക്ഷേ രണ്ടാമത്തെ കേസ് വന്ന സമയത്ത്, ഗവൺമെൻറ് ക്ലിയറുടെ കേസ് വന്ന സമയത്ത് ഇറച്ചിക്കഷ്ണം നായക്ക് കിട്ടിയ പോലെ സകല സൈഡിൽ നിന്നും അറ്റാക്ക് വരുന്നുണ്ട് VD സതീശൻ സർക്കാരിനെതിരെ. അത് ഇപ്പം അനിൽ ബോസ് എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിങ്ങനെ കണ്ടു. അദ്ദേഹമൊക്കെ സംസാരിക്കുന്ന ആ പോസ്റ്റ് ഞാനിങ്ങനെ വായിച്ചു പോകുമ്പം ഒരവസരം കിട്ടിയിട്ട് സതീഷിനായിട്ട് കൊടുക്കാൻ കാത്തിരുന്ന പോലെ കയറി വന്നു. ഈ നല്ല കാര്യങ്ങളെല്ലാം, ഞാൻ ഈ മുമ്പ് പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം പറ്റി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ പറയുന്ന പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു ഫേസ് വരുമ്പം ഈ പുള്ളി ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസരം കിട്ടിയല്ലോ അടിക്കാൻ എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു VD സതീശൻ ഭയങ്കര കെയർഫുൾ ആയില്ല എങ്കിൽ VD സതീശനെതിരെ ഭയങ്കര അറ്റാക്ക്, ഭയങ്കര സൈബർ അറ്റാക്കുകളൊക്കെ ഇനിയും ഉണ്ടാവും. അത് പാർട്ടിക്കുള്ളിൽ നിന്നായിരിക്കും കൂടുതൽ. കാരണം സതീഷിൻ്റെ വീഴ്ചയുണ്ടായി, സതീഷിനെ ഒരു തോൽവിയായിട്ട് കാണിക്കുക എന്നുള്ള ദൗത്യമൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ KC വേണുഗോപാലിനെ അക്കാര്യത്തിൽ ലിങ്ക് ചെയ്യേണ്ട. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു നാഷണൽ പൊളിറ്റിക്സിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല അത്തരത്തിൽ പോകുന്ന പരിപാടിക്കൊന്നും പോകില്ല. പക്ഷേ ഒരു കാര്യം പറയാം, രമേശ് ചെന്നിത്തല കേട്ടോ, ഈ ഗവൺമെൻറ് 1 മാസം കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല പെർഫോം ചെയ്ത രീതി പറയാതിരിക്കാൻ വയ്യ. തൂക്കി അടിച്ച പെർഫോമൻസ് ആയിപ്പോയി. ഓപ്പറേഷൻ തൂഫാനായാലും അല്ലെങ്കിൽ ആ പെർഫോമൻസുകൾ, ആ വകുപ്പിൽ നിന്ന് വരുന്ന പെർഫോമൻസുകൾ, ഗുണ്ടകളെ പിടിച്ചകത്തിട്ട് ആ തിരുവനന്തപുരത്തെ കേസൊക്കെ ആയാലും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഏറ്റവും സൂപ്പറായിട്ട് 1 മാസം കഴിഞ്ഞ് പെർഫോം ചെയ്ത വകുപ്പ് ആന്തര വകുപ്പാണ്. എനിവേ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ VD സതീശനെ സംബന്ധിച്ച് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ, ഒരൊറ്റ സിംഗിൾ മിസ്റ്റേക്ക് ഉണ്ടായാൽ VD സതീഷിട്ട് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പണി കിട്ടുമെന്ന് പറഞ്ഞാൽ അറ്റാക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും വെളിയിൽ നിന്നും ഉണ്ടാവും. പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും വരില്ല, അതേസമയം വിമർശിക്കും. ക്രിയാത്മകമായ വിമർശനം എന്നൊക്കെ പറയുമെങ്കിലും കേട്ടോ, വിമർശിക്കാനായിട്ടൊരു അവസരം കാത്തിരിക്കുന്നു. ആ അവസരം വരുമ്പോൾ വിമർശിക്കും എന്നൊന്ന് പറയും. ഞങ്ങൾ പോസിറ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി പറയുന്നവരാണ്, ഞങ്ങളെല്ലാത്തിനും കൈയടിക്കില്ല എന്നൊക്കെ ആയിരിക്കും ഈ അനിൽ ബോസിനെ പോലുള്ളവർ പറയുന്നത്. പക്ഷേ വീഡിയോ അടിക്കാൻ കിട്ടുന്ന ചാൻസ് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ VD സതീശനെ അടിക്കുക എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഈ മറ്റേ ഇറച്ചി കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നായയെ പോലെ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സാഹചര്യം വെളിയിലുണ്ട്. പിന്നെ അത് ഈ പീഡന കേസിൽ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ, പിന്നെ ഈ ഫേസ്ബുക്ക് ഗ്യാങ്ങുകളിലായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലായാലും ഈ സതീഷിനെതിരെ ഒരു വലിയ പട്ടാളം ഉണ്ട്. അത് പഴയ ഒരു ഈഗോ ക്ലാഷിൻ്റെ സതീഷിൻ്റെ ടീമും ഇവരുടെ ടീമും തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതേസമയം സതീഷിൻ്റെ ടീം അത്ര സ്ട്രോങ് ആയിട്ട് നിലവിൽ കാണുന്നില്ല. നേരത്തെ സതീഷിൻ്റെ ടീം എന്ത് സ്ട്രൈക്ക് വന്നാലും എന്ത് ഈ സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് വന്നാൽ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ടീമായിരുന്നു സതീഷിൻ്റെ ടീം. പക്ഷേ ആ ടീം എങ്ങനെയൊക്കെയോ ഇപ്പോൾ അല്പം സൈലൻ്റായി പോയിട്ടുണ്ട്. എനിക്കറിയില്ല റീസൺ, എനിക്കറിയില്ല. പക്ഷേ ഈ സൈഡിൽ നിന്നുള്ള കൗണ്ടർ ഡിഫൻസ്, ഈ സൈഡിൽ നിന്ന് അറ്റാക്ക് വരുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ഡിഫൻസ് വളരെ കുറയുന്നുണ്ട്. ഈ 1 മാസം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 3.5 വർഷം 4 വർഷമൊക്കെ ആകുമ്പോഴത്തേന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർ നിൽക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം ഈ
പാർട്ടി ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അനിൽ ബോസിനൊക്കെ ആയാലും പാർട്ടി വേദികളിൽ പറയാൻ അവസരമോ പാർട്ടി വേദികളിൽ പറയാൻ ചാൻസോ ഇല്ലാഞ്ഞിട്ടല്ല. KPCC ജനറൽ സെക്രട്ടറി ഇല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾക്ക് അവസരമില്ലാഞ്ഞിട്ടല്ല. പിന്നെ അദ്ദേഹം ഈ വിമർശനം നടത്തിയത് ഈ തീരുമാനത്തിൽ നിന്നും പാർട്ടി പുറകോട്ട് പോയ ശേഷം, അത് പാർട്ടി ഗവൺമെൻറ് പുറകോട്ട് പോയ ശേഷം. പുള്ളിക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് പറയുകയാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രതികരിച്ചു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഡിസിഷൻ ഉണ്ടായ ശേഷമാണ് ഈ പറയുന്ന അനിൽ ബോസ് എന്ന് പറയുന്ന ആൾ പ്രതികരിക്കുന്നത്. അനിൽ ബോസ് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്ത ആളാണ്. കുട്ടനാട് സീറ്റ് പരിഗണിച്ചിരുന്ന ആളാണ്. സമുന്നതനായിട്ടുള്ള നേതാവ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവ്. പക്ഷേ അയാൾ ഈ സ്പോട്ടിൽ അടിച്ചാടി എന്തിൻ്റെ ലക്ഷ്യമാണെന്നോ ആരെയും പ്രീതിപ്പെടുത്താനുള്ള ഒരു സാധനമാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. യു ടേണുകൾ അടിക്കേണ്ടത് തന്നെയാണ്. തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് തോന്നിയാൽ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ തീരുമാനം റോങ് ആണ് എന്ന് തോന്നിയാൽ, ചില സമയം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു തീരുമാനം എടുക്കും, അതിനുശേഷം നമ്മളതിൽ നിന്ന് യു ടേൺ അടിക്കും, നമ്മൾ പുറകോട്ട് മാറും. ആ മാറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുന്നോട്ട് പോയ അപകടമാണ്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന ഗവൺമെൻറ്, ആ തീരുമാനത്തിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണം, പിന്മാറണമെങ്കിൽ പിന്മാറണം. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് മുൻപോട്ട് പോയിട്ട് ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ നല്ലതാണ് ഇനീഷ്യൽ ഫേസിൽ തന്നെ അതിൽ നിന്ന് പിന്മാറുന്നത്. ജനങ്ങളെതിരാവും എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ പൊതുജനം എതിരാവും, അല്ലെങ്കിൽ വലിയ സമരങ്ങളുണ്ടാവും എന്ന് തോന്നിയാൽ അതിൽ നിന്ന് പിന്മാറുക. തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർ തെറ്റിൽ ഉറച്ചു നിൽക്കും. എന്ത് സംഭവം വന്നാലും ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിലങ്ങ് നിൽക്കും. കുറേയൊക്കെ യു ടേൺ അടിച്ചാൽ അനാവശ്യ കാര്യങ്ങളിൽ ചില സമയത്ത് അവർ ഉറച്ചങ്ങ് നിൽക്കും. ആ ഉറച്ചു നിൽക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് ജനങ്ങളെ വെറുപ്പിച്ച് ജനങ്ങൾ സമരം ചെയ്താലും ഇവർ മാറത്തില്ല. ഇപ്പം കേരയിൽ കേസൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ എന്ത് സമരം ഉണ്ടായാലും കേരയിൽ വരും കേട്ടോ എന്നല്ലേ പറഞ്ഞു തന്നെ. എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു പോസിറ്റീവ് വൈബ് അല്ല നൽകുന്നത്. ആരൊക്കെയോ സതീഷിനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നു, സതീഷിനെ വലിച്ചു കീറാനായിട്ട് കാത്തിരിക്കുന്നു.